നമസ്കാരം കുമാർജി. ഒരു നഗരസഭയെ സംബന്ധിച്ച് വളരെ സമഗ്രവും കൃത്യവുമായ ബഡ്ജറ്റ് എന്ന് നമുക്ക് ഒറ്റ വാചകത്തിൽ പറയാവുന്ന ഒരു ബഡ്ജറ്റാണ് ഇത്തവണത്തെ ബഡ്ജറ്റ്. അതായത് പ്രധാനമന്ത്രി ഭവൻ യോജനയ്ക്ക് വേണ്ടിയിട്ട് 2000 കോടി രൂപ, അതോടൊപ്പം തന്നെ അമൃത് ഫാർമസിക്ക് വേണ്ടിയിട്ട് വളരെ കൃത്യമായ രീതിയിൽ ഫണ്ട്, അതോടൊപ്പം സൺറൈസസ് പദ്ധതി വയോജനങ്ങൾക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റു പദ്ധതികൾ, അങ്ങനെ എല്ലാ മേഖലയെയും സ്പർശിച്ചു പോകുന്ന വളരെ കൃത്യമായ രീതിയിൽ എങ്ങനെ കാര്യക്ഷമമായിട്ട് ഫണ്ട് ഉപയോഗിക്കാമെന്ന ഒരു പദ്ധതി, ഒരു കൃത്യമായ ബഡ്ജറ്റ് ആയിരുന്നു ഇത്തവണത്തെ ബഡ്ജറ്റ്. എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത, കഴിഞ്ഞ ഭരണസമിതി വെറുതെ ആവശ്യമില്ലാതെ ഈ അവാർഡുകൾ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ട് തിരക്കിട്ടപ്പോൾ ജനമനസ്സുകളിലേക്കാണ് തങ്ങൾ ഇരിപ്പുറപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ്. എന്തു പറയുന്നു? തീർച്ചയായിട്ടും. കാരണം ഈ ഒരു നഗരസഭയുടെ ബഡ്ജറ്റ് അത് നമ്മൾ ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ബഡ്ജറ്റ് ഇതിനു മുമ്പുണ്ടായിട്ടില്ല. സാധാരണ രീതിയിൽ തിരുവനന്തപുരം അടക്കമുള്ള നഗരസഭകളിൽ അല്ലെങ്കിൽ കോർപ്പറേഷനുകളിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത് പിറ്റേ ദിവസത്തെ ഒരു ചെറിയ കോളം വാർത്ത മാത്രമായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ മാത്രം മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു വാർത്ത മാത്രമായിരിക്കും. പക്ഷേ തിരുവനന്തപുരത്തെ ഇത്തവണത്തെ ബഡ്ജറ്റ്, അത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ വലിയ പ്രത്യേകതകൾ ഉള്ളതാണ്. ഈ ബഡ്ജറ്റിനെ ജനം കാത്തിരുന്ന ഒരു ബഡ്ജറ്റാണ്. എന്താണ് ഈ ബഡ്ജറ്റിൽ BJP പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നെല്ലാവരും കാത്തിരുന്ന ഒരു ബഡ്ജറ്റാണ്. അതിന് ഒരു കാരണമുണ്ട്. അതായത് BJP ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നൽകിയ ഒരു വാഗ്ദാനമുണ്ടായിരുന്നു. 45 ദിവസങ്ങൾക്കകം, ഫലം പുറത്തു വന്ന് 45 ദിവസങ്ങൾക്കകം BJP ഭരണത്തിലേറുകയാണ് എങ്കിൽ തിരുവനന്തപുരത്തെ ഈ ഏറ്റവും മികച്ച ഒരു നഗരമാക്കി മാറ്റുന്നതിനായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ആ വികസന നയരേഖ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നയരേഖ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി പ്രകാശിപ്പിക്കും, അല്ലെങ്കിൽ എത്തി പ്രഖ്യാപിക്കും എന്നായിരുന്നു അവരുടെ ആ പ്രഖ്യാപനം. അതിനുശേഷം 26-ാമത്തെ ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തി. അന്ന് ബ്ലൂ പ്രിന്റ്, നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ ആവശ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ബ്ലൂ പ്രിന്റ് BJPയുടെയും അതുപോലെ നഗരസഭയുടെയും പ്രതിനിധികൾ പ്രധാനമന്ത്രിക്ക് നൽകുകയും ചെയ്തിരുന്നു. അപ്പോഴും ഈ വിമർശകർ ഉന്നയിച്ച സംഭവം ബ്ലൂ പ്രിന്റ് എവിടെ എന്നുള്ളതാണ്. വമ്പൻ പ്രഖ്യാപനങ്ങളടങ്ങിയ ബ്ലൂ പ്രിന്റ് എവിടെ? പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ് തന്നെ ചില മാധ്യമങ്ങളെല്ലാം വമ്പൻ പദ്ധതികളുമായിട്ടാണ് പ്രധാനമന്ത്രി വരുന്നത് എന്നൊക്കെയുള്ള ചില വാർത്തകളൊക്കെ നൽകിയിരുന്നു. ആ വാഗ്ദാനങ്ങൾ എവിടെയെന്ന് പലരും ചോദിച്ചിരുന്നു. ആ ബ്ലൂ പ്രിന്റ് എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇന്ന് നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് നഗരസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. രണ്ടാമത്തെ കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പങ്കെടുക്കാനായി ദില്ലി പ്രവാസ് യാത്ര എന്ന പേരിൽ ഒരു യാത്ര ഈ തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലർമാരും മേയറും നടത്തിയിരുന്നു. അത് വെറുമൊരു യാത്ര മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ വെറുതെ ഒരു വിരുന്നിൽ പങ്കെടുക്കുക മാത്രമല്ല, പ്രധാനമന്ത്രിയിൽ നിന്ന് അടക്കം വികസനത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട അല്ലെങ്കിൽ പഠിക്കാനായിട്ടുള്ള ഒരു പഠനയാത്രയായിരുന്നു എന്ന് മലയാളികൾ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാർ മനസ്സിലാക്കിയ ഒരു ബഡ്ജറ്റ് കൂടിയാണ്. കാരണം അവർ അവിടെ വെറുതെ ഒരു ദില്ലി യാത്ര നടത്തിയതല്ല. തീർച്ചയായും പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തു, പ്രധാനമന്ത്രിയുമായി ആശയവിനിമയം നടത്തി, കേന്ദ്രമന്ത്രിമാരുമായി ആശയവിനിമയം നടത്തി. മാത്രമല്ല, അവർ പല സംസ്ഥാനങ്ങളിലും ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പല സംസ്ഥാനത്തെയും വികസന മാതൃകകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നു. പല വികസന മേഖലകളിലെയും വിദഗ്ധന്മാർ ഇവർക്ക് കൃത്യമായ ക്ലാസുകൾ നൽകുന്നു. അങ്ങനെ BJPയുടെ അഖിലേന്ത്യാ തലത്തിലുള്ള വികസന നയം ഒന്നാകെ സ്വാംശീകരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു യാത്രയാണ്, ഒരു പഠനയാത്രയാണ് അവർ നടത്തിയത്. അതിൻ്റെ ഒരു പ്രതിഫലനം ഒരു പ്രൊഫഷണൽ ബഡ്ജറ്റ് എന്ന രീതിയിൽ ഇതിനെ വിളിക്കാൻ സാധിക്കും. കേവലം സാധാരണഗതിയിൽ നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അത് കോർപ്പറേഷൻ മുതൽ ഗ്രാമപഞ്ചായത്ത് വരെ, ഫണ്ട് എങ്ങനെ ചെലവഴിക്കണമെന്ന് അറിയാതെ കുഴങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വികസന സമിതി യോഗങ്ങളിലും മറ്റുമൊക്കെ എങ്ങനെയൊക്കെ ഈ ഫണ്ടുകൾ വിനിയോഗിച്ച് തീർക്കാം എന്ന് പ്രാദേശികമായി കൂടിയാലോചിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രൊഫഷണലായി ഉള്ള വിഭവത്തെ വിലയിരുത്തി, അല്ലെങ്കിൽ ആ വിഭവത്തെ അലോക്കേറ്റ് ചെയ്ത് ഒരു ബഡ്ജറ്റ്, ആ ബഡ്ജറ്റ് തന്നെയാണ് യഥാർത്ഥം പറഞ്ഞാൽ വികസന നയരേഖയുടെ അടിസ്ഥാനമെന്ന്, വികസനത്തിന്റെ വരാൻ പോകുന്ന ഒരു വർഷത്തിന്റെ വികസനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബഡ്ജറ്റാണ്. അത് എത്രമാത്രം ശാസ്ത്രീയമായി തയ്യാറാക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിട്ടായിരിക്കും അടുത്ത ഒരു വർഷത്തെ വികസന പ്രവർത്തനം, അല്ലെങ്കിൽ അടുത്ത ഒരു 5 വർഷത്തെ പ്രവർത്തനത്തിന്റെ തുടക്കം ഒക്കെ ഉണ്ടാവുക. അത്തരത്തിൽ ഒരു ബഡ്ജറ്റ് തന്നെയാണ്, പ്രൊഫഷണൽ ബഡ്ജറ്റ് തന്നെയാണ് ഇത് എന്ന് നമുക്ക് വ്യക്തമായി പറയാം. എന്ന് പറഞ്ഞാൽ ഈ കൗൺസിലർമാരുടെ ദില്ലി യാത്രയെ പരിഹസിച്ചവർക്കും
ബ്ലൂ പ്രിന്റ് എവിടെയെന്ന് ചോദിച്ച് പരിഹാസം ഉയർത്തിയവർക്കുമെല്ലാം വളരെ കൃത്യമായ ഉത്തരം ഈ ബഡ്ജറ്റിൽ ഉണ്ട് എന്ന് തന്നെ പറയാം. അതിൽ അവർ ആ ബഡ്ജറ്റ് പ്രസംഗത്തിൽ വളരെ കൃത്യമായി തന്നെ കഴിഞ്ഞ ഭരണസമിതിയും ഈ ഭരണസമിതിയുടെയും നയങ്ങളെ എങ്ങനെയായിരിക്കും, കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കാര്യങ്ങൾ എങ്ങോട്ടാണ് പോയത്, ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത് എന്ന വ്യക്തമായ നയപ്രഖ്യാപനം ഈ ബഡ്ജറ്റിൽ ഉണ്ട് എന്ന് നിസ്സംശയം പറയാം. അത് എല്ലാ മേഖലയിലേക്കും ഇത് എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നായ ABC പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് 3 കോടി രൂപ, അങ്ങനെ ഇനി ഷെൽട്ടർ, നായകൾക്ക് വേണ്ടിയിട്ടുള്ള ഷെൽട്ടർ പണിയാൻ വേണ്ടിയിട്ട്, ഇനി വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻ സൂചിപ്പിച്ച പോലെ സൺറൈസസ് പദ്ധതി, അതോടൊപ്പം തന്നെ സ്ത്രീ പുരുഷന്മാരുടെ നൈപുണ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, അതായത് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീ പുരുഷന്മാരുടെ നൈപുണ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നായകളെ ഉന്മൂലനം ചെയ്യുന്ന, നായകളെ ഒരു പ്രജനനം തടയുന്നതിന് വേണ്ടിയിട്ട്, അതോടൊപ്പം എല്ലാ രീതിയിലും, അതായത് സീവറേജ് പദ്ധതിക്ക് വേണ്ടിയിട്ട് 10 കോടി രൂപയോളം മാറ്റിവെക്കുന്നു. അങ്ങനെ ഏതൊക്കെ മേഖലയുണ്ടോ നഗരസഭയെ സ്പർശിക്കാൻ, നഗരസഭയിൽ നിന്ന് ജനം നേരിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ, നേരിട്ട് ജനത്തെ ബാധിക്കുന്ന എല്ലാ മേഖലയിലേക്കും ഈ ബഡ്ജറ്റ് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഈ കാര്യക്ഷമതയാണ്, ഈ കൃത്യതയാണ് മുൻ ഭരണസമിതികൾക്ക് ഇല്ലാതെ പോയത്. തീർച്ചയായിട്ടും ഈ ഒരു ബഡ്ജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഭവന പദ്ധതി തന്നെയാണ്. BJP ഈ 45 ദിവസത്തെ പ്രഖ്യാപനമൊക്കെ പറയുമ്പോഴും ആ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്ന മറ്റൊരു വലിയ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഇപ്പോഴത്തെ മേയർ VV രാജേഷ് തന്നെ അന്ന് പല തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. BJP ഭരിക്കുന്ന 5 വർഷക്കാലം കഴിയുമ്പോൾ ഈ തിരുവനന്തപുരം നഗരത്തിന്റെ അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽ ഒരു ഭവനരഹിതരും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ഒരു പ്രവർത്തനം, അതിന്റെ ഒരു തുടക്കം അത് ഈ ബഡ്ജറ്റിൽ ഉണ്ട്. അതൊരു വലിയ പ്രഖ്യാപനം. എനിക്ക് തോന്നുന്നു ഈ ബഡ്ജറ്റിലെ ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിൽ ഒന്ന് ആ ഭവന പദ്ധതി തന്നെയാണ്. ആ ഭവന പദ്ധതി വെറുതെ ഒരു ഭവന പദ്ധതി അല്ല. കാരണം പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി കേരളത്തിൽ വഴിമുട്ടി നിൽക്കുകയാണ്. അത് ആ ബഡ്ജറ്റിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ആ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ 2ാം ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ അതിന്റെ പേരൊക്കെ മാറ്റി ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിച്ചെങ്കിലും 2ാം ഘട്ടമായപ്പോൾ അതിൽ ഒപ്പുവെക്കാതെ, സംസ്ഥാന വിഹിതം നൽകാനുള്ള പണമില്ലാതെ അതിൽ ഒപ്പുവെക്കാതെ സംസ്ഥാന സർക്കാർ മാറി നിൽക്കുമ്പോൾ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുമുള്ള ജനങ്ങളെയാണ് അത് ബാധിക്കുന്നത്, പാവപ്പെട്ടവരുടെ. അതുകൊണ്ട് തന്നെ നഗരസഭയുടെ കയ്യിലുള്ള വിഭവം, അതിൻ്റെ വലിയൊരു വിഭാഗം തന്നെ പാവപ്പെട്ടവരുടെ വീട് എന്ന് പറയുന്ന സ്വപ്നത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ് ഈ ബഡ്ജറ്റ്. അതായത് 2000 വീടുകളാണ് ആദ്യ വർഷം തന്നെ. BJP തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിലെത്തി ആദ്യത്തെ വർഷം ഭവനരഹിതർക്ക് 2000 വീടുകൾ നിർമ്മിക്കാൻ പോകുന്നു. അത് സംസ്ഥാനം കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ ഒപ്പിടാതെ മാറി നിന്ന് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നഗരസഭ തന്നെ മുഴുവൻ തുകയും കൊടുക്കുന്നു, ഒരു വീട് വയ്ക്കാനുള്ള മുഴുവൻ തുകയും. കഴിഞ്ഞ നഗരസഭയിലൊക്കെ ഈ ചുടുകട്ട കളക്ഷനും മറ്റുമൊക്കെയാണ് വലിയ വാർത്തയായി മാറിയത്. ആറ്റുകാൽ പൊങ്കാലയിൽ ഭക്തർ ഉപേക്ഷിക്കുന്ന ആ ചുടുകട്ടകൾ ഉപയോഗിച്ച് എന്തോ വലിയ മഹത്തായ കർമ്മം നിർവഹിക്കാൻ പോകുന്നു എന്ന രീതിയിൽ ലൈഫ് ഭവന പദ്ധതിയിൽപ്പെടുന്ന വീടുകൾക്ക് ഇത് കൊടുക്കും. അത് തീർച്ചയായും അത് അങ്ങനെ ഒരു നല്ലൊരു ആശയം തന്നെയാണ്, അത് കൊടുക്കട്ടെ. പക്ഷെ അതാണ് ഏറ്റവും വലിയ പദ്ധതി എന്ന രീതിയിൽ കൊണ്ടാടിയിരുന്നവരായിരുന്നു ഈ കഴിഞ്ഞ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതല്ല, 2000 വീടുകൾ സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഒരു പണം വാങ്ങാതെ 2000 വീടുകൾ സ്വന്തം നിലയ്ക്ക് പ്രഖ്യാപിക്കാനുള്ള ഒരു തൻ്റെടം ഈ ഭരണസമിതി കാട്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ബഡ്ജറ്റിലെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നൊക്കെ പറയുമെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ അധികാര പരിധി ധാരാളം ഭൂപ്രദേശങ്ങൾ ഉണ്ടെങ്കിലും ഇവിടുത്തെ ഒരു ഡ്രെയിനേജ് സിസ്റ്റം, ആ ഡ്രെയിനേജ് സിസ്റ്റം വളരെ ചെറിയൊരു പ്രദേശത്ത് മാത്രമേ ഉള്ളൂ. സീവേജ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു പദ്ധതിയാണ്. ഈ തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് സീവേജ് എക്സ്റ്റൻഷൻ. അത് ഇതിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഹരി പറഞ്ഞതുപോലെ ഈ തെരുവുനായ ശല്യം തന്നെയാണ്. ആ തെരുവുനായ്ക്കളെ തെരുവുകളിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക. അത് ഉന്മൂലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു നായയെ പോലും കാണാൻ കിട്ടാത്ത രീതിയിൽ മാറ്റുക എന്നതല്ല, മറിച്ച് അക്രമാസക്തമായ രീതിയിൽ ഇവരുടെ എണ്ണം പെറ്റുപെരുകുക, ആളുകൾക്ക് തെരുവിലേക്ക് ഇറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുക, ആളുകൾക്ക്, നഗരവാസികൾക്ക് ഈ തെരുവ് നായ്ക്കളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുക. അത്തരം സാഹചര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ഒഴിവാക്കുക. അതിനൊരു ഷെൽട്ടർ, അതൊരു പരിഹാരമാകുമെങ്കിൽ ആ ഒരു ഷെൽട്ടർ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. 3 കോടി രൂപ.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രീകൃതമായ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റാണ്. എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെ ഒരു സമഗ്രമായ പദ്ധതി ഇതിനകത്തുണ്ട് എന്ന്. മാലിന്യ സംസ്കരണ പ്ലാന്റ്, എനിക്ക് ബഡ്ജറ്റിന്റെ പൂർണ്ണമായ രേഖകൾ ലഭ്യമായിട്ടില്ല, പക്ഷേ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് മാലിന്യ സംസ്കരണ പ്ലാന്റ് അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഒരു കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വികേന്ദ്രീകൃത തലങ്ങളിൽ പലതരത്തിലുള്ള മാലിന്യ സംസ്കരണ പദ്ധതികളുമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു പരിധി വരെ തുടക്കത്തിൽ നമ്മുടെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ഒരു തിരുവനന്തപുരം നഗരസഭയ്ക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷന് ഇവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാനായി ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്നുള്ളത് ഒരു വലിയ സ്വപ്നമാണ്. പക്ഷേ ആ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പിന്നിൽ ധാരാളം പണികളുണ്ട്. അത് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു മാസങ്ങൾ മാത്രം പഴക്കമുള്ള ഭരണസമിതിയെ കൊണ്ട് അത്തരം ഒരു പ്ലാന്റ് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ലാത്തത് കൊണ്ടായിരിക്കണം ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താത്തത്. ഒരുപക്ഷെ ബഡ്ജറ്റിന് പുറത്തേക്ക് അത് പ്രഖ്യാപിക്കപ്പെടാനുള്ള ഏത് നിമിഷവും പ്രഖ്യാപിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിലവിലുള്ള സമയം ഉപയോഗിച്ചുകൊണ്ട്, നിലവിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി മാലിന്യ സംസ്കരണത്തിന് ശ്രദ്ധയും പണവും മാറ്റിവെക്കാൻ ഈ ബഡ്ജറ്റിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണത്തിന് പണം കൊടുക്കുന്ന ഒരു പദ്ധതി, അത് വളരെയധികം മഹത്തായ ഒരു രീതിയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളിലെല്ലാം വളരെ അശാസ്ത്രീയമായ ഒരു ഡയറ്റാണ് കുട്ടികൾക്ക് പിന്തുടരേണ്ടി വരിക. കാരണം സ്കൂൾ സമയം 8 അല്ല 9, 9:30 ഒക്കെ ആണെങ്കിൽ അതിനും വളരെ നേരത്തെ തന്നെ ട്യൂഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കായി കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നു. വളരെ ദൂരങ്ങളിൽ സ്കൂൾ ബസ് അടക്കമുള്ളവ 7 മണിക്കും 7:30ക്കും ഒക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ സമയത്തെ ഭക്ഷണം, അത് കുട്ടികൾക്ക് ഒട്ടും ആ സമയം ഭക്ഷണത്തിന് യോജിച്ച സമയമല്ല. അവർക്ക് 10 മണിയോ 11 മണിക്കോ ഒക്കെ ഒരു പ്രഭാത ഭക്ഷണം കിട്ടുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് സ്കൂളുകളിൽ ഉച്ചഭക്ഷണം ഏർപ്പെടുത്തുക, അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു സഹായം നൽകുക, അതൊരു മഹത്തായ പദ്ധതിയാണ്. ഉണർവ് 2.0 ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. വെള്ളക്കെട്ട് നിവാരണത്തിനായിട്ടുള്ള, നേരത്തെ സീവേജ് എക്സ്റ്റൻഷൻ പോലെ തന്നെ വെള്ളക്കെട്ട് നിവാരണത്തിനായിട്ടുള്ള ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നഗരസഭാ പരിധിയിൽ വരുന്ന ആരോഗ്യ കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, അവർക്ക് ഉപകരണങ്ങളടക്കം വാങ്ങാനുള്ള ബഡ്ജറ്ററി സപ്പോർട്ട് നഗരസഭ നൽകുന്നുണ്ട്. അങ്കണവാടികളിലും മറ്റും പണം ഈ ബഡ്ജറ്റിൽ നിന്ന് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നൈറ്റ് ലൈഫ്, BJP അധികാരത്തിൽ വന്നാൽ നൈറ്റ് ലൈഫ് അവസാനിപ്പിക്കും എന്നൊക്കെയാണ് പല ഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രചരണമുള്ളത്. തീർച്ചയായിട്ടും ഈ നൈറ്റ് ലൈഫ് കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് പ്രധാനമായിട്ടും മാനവീയം വീതിയിലാണ്. അവിടെ ഒരു നൈറ്റ് ലൈഫ് എന്ന സങ്കല്പത്തിന് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അതിന്റെ ചില പാർശ്വഫലങ്ങളെക്കുറിച്ചൊക്കെ നഗരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പാർശ്വഫലങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങളാണ് ഒരുപക്ഷെ ആദ്യ ഘട്ടങ്ങളിൽ മേയർ VV രാജേഷ് പ്രഖ്യാപിച്ചത്. അതിനെ ഒരു സദാചാര പോലീസ് എന്നുള്ള നിലയെടുക്കുകയും നൈറ്റ് ലൈഫ് അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കുറ്റവാളികളുടെയും ഈ മയക്കുമരുന്ന് മദ്യ മാഫിയ സംഘങ്ങളുടെ ഒരു പേക്കൂത്തല്ല, മറിച്ച് നൈറ്റ് ലൈഫിനെ ഒരു നൈറ്റ് എക്കോണമിയാക്കി മാറ്റാനുള്ള ഒരു വലിയ സങ്കല്പം ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തൊഴിൽ നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രങ്ങളാണ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജും അതോടൊപ്പം തന്നെ RCCയും എല്ലാം. ആയിരക്കണക്കിന് ജനങ്ങളാണ് ഓരോ ദിവസവും അവിടെ വന്നു പോകുന്നത്. ആ വന്നു പോകുന്നവർക്ക് 1, 2 അല്ലെങ്കിൽ ഒരാഴ്ചയോ 1 മാസമോ ഒക്കെ അവിടെ താമസിച്ച് ചികിത്സയ്ക്ക് വേണ്ടി താമസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടുത്തെ സ്വകാര്യ ഹോട്ടലുകളിലും മറ്റുമൊക്കെ അവർക്ക് താങ്ങാവുന്നതിനപ്പുറമായിട്ടുള്ള ചാർജ് ഉണ്ട്. എന്ന് മാത്രമല്ല, അവിടെ മുറികൾ അവൈലബിൾ അല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഉള്ളൂരിൽ ഒരു സ്നേഹ സാന്ത്വന കേന്ദ്രം തുറക്കുക, ഇങ്ങനെയൊക്കെയുള്ള ജനങ്ങളുടെ സർവതല സ്പർശിയായിട്ടുള്ള മേഖലകൾ അല്ലെങ്കിൽ പല പ്രധാനപ്പെട്ട ഏറ്റവും അടിസ്ഥാന വർഗവിഭാഗങ്ങളെ മുതൽ ഇപ്പോൾ വയോജന കേന്ദ്രങ്ങൾ തുറക്കുന്നു, അവർക്ക് പകൽ വീട് എന്ന ആശയം ഉണ്ടാകുന്നു. ഇങ്ങനെ
വികസനത്തിന്റെ ആദ്യ ചുവടുവയ്പ് എന്ന രീതിയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു ബഡ്ജറ്റ് എന്ന നിലയിൽ ഇതിനകത്തൊരു സെൻട്രലൈസ്ഡ്, ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു കേന്ദ്രീകൃത മാലിന്യ പ്ലാന്റ് കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ്. പക്ഷെ അതിനകത്ത് പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമായിരിക്കാം. പക്ഷെ എന്തായാലും ഈ നഗരത്തിൽ ഉടനീളം 200 പുതിയ ശുചിമുറികളാണ് വരുന്നത്. തീർച്ചയായിട്ടും ശുചിമുറികളുടെ ഒരു വലിയ അഭാവം തിരുവനന്തപുരം നഗരസഭയിലുണ്ട്. അത് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലുമെല്ലാം വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ശുചിമുറികൾ സ്ഥാപിക്കുന്നു എന്നുള്ളത്. അതോടൊപ്പം തന്നെ കേന്ദ്ര പദ്ധതികളുമായി ചേർന്ന് നിൽക്കുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന് അതിരൂക്ഷമായി തന്നെ ഈ PMAYയുടെ 2ാം ഘട്ടത്തിൽ ഒപ്പുവയ്ക്കാത്തതിനെ വിമർശിക്കുന്നുണ്ട്. മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യം പലതവണ പറയുന്നുണ്ട്. വികസനത്തിൽ ഞങ്ങളുടെ പ്രതിബദ്ധത എന്ത് എന്ന് വ്യക്തമാക്കുന്ന ഒരു ബഡ്ജറ്റ് പ്രസംഗമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞകാല സർക്കാരുകളുടെ, കഴിഞ്ഞ ഭരണസമിതിയുടെ ചില ന്യൂനതകളൊക്കെ വിളിച്ചു പറയുന്നതായിരുന്നു. കാരണം ഈ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഉയരുന്ന പോസിറ്റീവ് ചിന്താഗതി, പോസിറ്റീവ് അഭിപ്രായം, അതാണ് ഏറ്റവും വലിയ അവാർഡ്, ഏറ്റവും വലിയ പുരസ്കാരം. അല്ലാതെ ലോകത്ത് എവിടെ നിന്നായാലും തിരുവനന്തപുരത്ത് നടത്തിയ വികസന പ്രവർത്തനത്തിന് ബ്രിട്ടനിലെ ഏതെങ്കിലും ഒരു സംഘടന അവാർഡ് കൊടുത്തിട്ട് കാര്യമില്ല. തിരുവനന്തപുരത്ത് നടത്തിയ പ്രവർത്തനത്തിന് അവാർഡ് നൽകേണ്ടത്, പുരസ്കാരം നൽകേണ്ടത് തിരുവനന്തപുരത്തെ ജനതയായിരിക്കണം എന്ന പുതിയ മുദ്രാവാക്യം, ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള എല്ലാവർക്കൊപ്പം എല്ലാവരുടെയും വികസനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ബഡ്ജറ്റ് തീർച്ചയായും തിരുവനന്തപുരത്തെ നിവാസികൾ കയ്യടികളോടുകൂടിയാണ് ഇതിനെ വരവേൽക്കുന്നത് എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും വളരെ വളരെ പ്രാധാന്യമേറിയതും വളരെ കൃത്യമായ രീതിയിൽ എല്ലാവരിലേക്കും എത്തുന്ന തരത്തിലുള്ള ബഡ്ജറ്റ്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച ശുചിമുറികളുടെ കാര്യം ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ടൂറിസ്റ്റുകൾ, യാത്രകൾ നിരന്തരം നടത്തുന്ന ആൾക്കാർക്കൊക്കെയും ഈ വഴിയോരങ്ങളിൽ ചിലപ്പോൾ പമ്പുകളെയും ഒക്കെ ആശ്രയിച്ചാണ് അവർക്ക് മുന്നോട്ട് പോകേണ്ടി വരുന്നത്. അത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട, അതായത് എല്ലാ ആൾക്കാരെയും കണ്ടുകൊണ്ടുള്ള, എല്ലാ ആൾക്കാരിലേക്കും എത്തുന്ന, എല്ലാ മനസ്സുകളിലേക്കും എത്തുന്ന, ഡെപ്യൂട്ടി മേയർ പറഞ്ഞതുപോലെ എല്ലാ മനസ്സുകളിലേക്കും എത്തുന്ന, കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ശ്രമം നടത്താത്ത ഒരു വളരെ കൃത്യമായ ബഡ്ജറ്റ് തന്നെയായിരുന്നു തിരുവനന്തപുരം നഗരസഭയുടെ ബഡ്ജറ്റ്. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.